നമസ്കാരം. നവ്യം കർക്കിടകത്തിലേക്ക് സ്വാഗതം. ഞാൻ നവ്യ അഖിലേഷ്. ആധുനിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ശരിയായ പാതയിലാണോ? എന്താണ് എൻ്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം? ഉയർന്ന ശമ്പളമുള്ള ജോലിയും സാമൂഹിക അംഗീകാരവും നേടിയ പലരും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുതരം ശൂന്യതയും അസംതൃപ്തിയും അനുഭവിക്കുന്നു. ഇവിടെയാണ് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം നമുക്ക് വഴികാട്ടിയാകുന്നത്. ഭഗവത്ഗീതയിൽ പരാമർശിക്കുന്ന ഒരു ശ്ലോകത്തിന്റെ അർത്ഥം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ കാണാം: മറ്റൊരാളുടെ ധർമ്മം വളരെ ഭംഗിയായും കുറ്റമറ്റതായും അനുഷ്ഠിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഗുണങ്ങൾ കുറഞ്ഞതാണെങ്കിൽ പോലും സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നത്. ഈ മഹത്തായ ആശയം ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ പ്രസക്തമാകുന്നു എന്ന് നോക്കാം. എന്താണ് സ്വധർമ്മം? അത് പാഷനാണോ? സ്വധർമ്മം എന്ന വാക്കിന് കേവലം കടമ എന്നതിലുപരി ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. അത് നമ്മുടെ സഹജമായ വാസന, നമ്മുടെ ഉള്ളിലുള്ള താല്പര്യം, പ്രകൃത്യ നമുക്ക് ലഭിച്ച കഴിവ് എന്നിവയുടെയെല്ലാം ആകെത്തുകയാണ്. ഇതിനെ പാഷൻ എന്ന് വിളിക്കാം. ഒരു ഗായകൻ പാടുന്നത് അയാളുടെ സ്വധർമ്മമാണ്. ഒരു ചിത്രകാരന് ചിത്രം വരയ്ക്കുന്നത് അവന്റെ സ്വധർമ്മമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാളുടെ സ്വധർമ്മം സാമൂഹ്യ സേവനമാകാം. അത് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം മാത്രമല്ല, ആത്മാവിന് സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയാണ്.